Hi dear students, today we are going to discuss the next part of the auditing portion, that is the vouching. Actually, vouching is a powerful tool in the hands of the auditor to ascertain the accuracy of various transactions that entered in the books of account. It is also known as the backbone of the auditing. ഓഡിറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ടുള്ള ഒരു മെഷറാണ് ഏതെന്ന് പറയുന്നത് ഈ വൗച്ചിങ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വൗച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ഓൺലി ദ എക്സാമിനേഷൻ ഓഫ് ഡോക്യുമെന്ററി എവിഡൻസ് that attached as the support of the transaction contained in the books of account. Books of accounts ൽ കാണിച്ചിരിക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസിന്റെയും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യുന്നു, എക്സാമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വൗച്ചിങ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കമ്പനിയിൽ ഒരു മെഷീൻ മേടിച്ചു, അല്ലെങ്കിൽ പുതുതായിട്ടൊരു മെഷീൻ മേടിച്ചു. അപ്പോൾ ഈ മെഷീന് മേടിച്ചതിന് സപ്പോർട്ടീവായിട്ട് വെച്ചിരിക്കുന്ന ഡോക്യുമെന്ററി എവിഡൻസ് അത് ആ മെഷീൻ മേടിച്ചപ്പോൾ ആ സപ്ലയറുടെ കയ്യിൽ നിന്ന് കിട്ടിയ നമുക്ക് ബില്ലായിരിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഡോക്യുമെന്റ്സ് ആയിരിക്കാം. ഈ ഡോക്യുമെന്റ്സ് എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വൗച്ചിങ് എന്ന് വിളിക്കുന്നത്. And it is a technique in which the auditor verifies the authenticity, authority, validity and accuracy of the entries of books of accounts. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ഓരോ എൻട്രിയുടെയും ഒതന്റിസിറ്റി, അത് കറക്റ്റായിട്ട് തന്നെയാണോ മേടിച്ചിരിക്കുന്നത്, അതോറിറ്റി, ഇത് മേടിക്കാൻ അധികാരപ്പെട്ട ആൾ തന്നെയാണോ മേടിച്ചിരിക്കുന്നത്, ദ വാലിഡിറ്റി ആൻഡ് ആക്യുറസി, ഇത് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ടാണോ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സാമിൻ ചെയ്യുകയാണ് വൗച്ചിങ്ങിലൂടെ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്ററി എവിഡൻസ് ആൻഡ് ദാറ്റ് ഡോക്യുമെന്ററി എവിഡൻസ് മേ ബി ഒന്നുകിൽ അത് ഇൻവോയ്സ് ആയിരിക്കാം, റെസിപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മിനിറ്റ്സ് ആയിരിക്കാം, കോൺട്രാക്ട്സ് ആയിരിക്കാം, കറസ്പോണ്ടൻസ് ആയിരിക്കാം. എനിവേ, ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ടീവായിട്ട് വെക്കുന്ന ഏതൊരു ഡോക്യുമെന്റും എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, വൗച്ചിങ് എന്ന് പറയുക. So this is to ensure that all the transactions are properly authorized, recorded and entered in the relevant books of account. എല്ലാ ട്രാൻസാക്ഷനും കൃത്യമായ ഓതറൈസേഷനോട് കൂടി തന്നെയാണോ മേടിക്കുന്നത്, ആളുകൾ അറിഞ്ഞു തന്നെയാണോ മേടിക്കുന്നത്, ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, ഇത് ഓരോ ബുക്സ് ഓഫ് അക്കൗണ്ട് അതിന്റെ റിലവൻ്റ് ആയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്നിവയെല്ലാം ഏത് പ്രോസസ്സിലൂടെ പരിശോധിക്കുന്നു, ഈ വൗച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ പരിശോധിക്കുന്നു. Next, there is a small definition about the vouching. Actually, vouching means it is the testing of truth of items appearing in the books of original entry. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ഐറ്റംസിന്റെ സത്യാവസ്ഥ പരിശോധിക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക, വൗച്ചിങ് എന്ന് പറയുക. മറ്റൊരു ഡെഫിനേഷനും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് കമ്പയറിംഗ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് വിത്ത് ദ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ദെയർ ഓഫ്. ഈ പറഞ്ഞ അർത്ഥം തന്നെയുള്ളൂ. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ കമ്പയർ ചെയ്ത് ഒതന്റിസിറ്റി ഉറപ്പാക്കുന്ന പ്രോസസ്സിനെയാണ് വി ആർ കോളിംഗ് വൗച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് വൗച്ചേഴ്സ്? എന്തൊക്കെയാണ് ഇതിന്റെ വേരിയസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് വേരിയസ് ഡോക്യുമെന്റ്സ് ഓഫ് എവിഡൻസ്. ഒരു ട്രാൻസാക്ഷന് സപ്പോർട്ടീവായിട്ട് വെച്ചിരിക്കുന്നതായിട്ടുള്ള എവിഡൻസ് കൃത്യമായിട്ട് പരിശോധിക്കുക. രണ്ട്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റിംഗ് ദാറ്റ് ഐ മെൻഷൻഡ് ഇൻ ദ ഫസ്റ്റ് സ്ലൈഡ്. എന്തുകൊണ്ടാണ് ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്? വൗച്ചിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റിംഗ് ഇല്ല. ബിക്കോസ് ഒരു ട്രാൻസാക്ഷന്റെ സത്യസന്ധത കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഓഡിറ്റിംഗിലൂടെ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് accuracy can be checked or confirmed only through the vouching process. അതുകൊണ്ടാണ് it is also known as the backbone of auditing എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇവിടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി അല്ല ചെക്ക് ചെയ്യുന്നത്, മറിച്ച് ഇറ്റ് ഈസ് ദ വെരിഫിക്കേഷൻ ഓഫ് കറക്റ്റ്നെസ് ആൻഡ് ട്രൂത്ത് ഓഫ് ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷന്റെ കറക്റ്റ്നെസ് ആണ് ഇവിടെ ചെക്ക് ചെയ്യുക. ആൻഡ് വി ആർ നോട്ട് ചെക്കിംഗ് ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി.
And it also include verifying the validity and authenticity of source of documents. ഇതിനകത്ത് വെച്ചിരിക്കുന്ന സപ്പോർട്ടീവ് ആയിട്ട് വെച്ചിരിക്കുന്ന ബില്ല് കറക്റ്റ് ആയിട്ടുള്ള ബില്ലാണോ, ഒറിജിനൽ ബില്ലാണോ, അതോ ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ബില്ലാണോ ഒരു ട്രാൻസാക്ഷന്റെ കൂടെ വെച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് അവിടെ ഫ്രോഡ് നടന്നിട്ടില്ല, അവിടെ മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടില്ല, അവിടെ നോൺ ആക്യുറസി അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വൗച്ചിങ് പ്രോസസ്സ് നടത്തുന്നത്. ആൻഡ് വാട്ട് ആർ ദ വേരിയസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ്? ഈ ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ നമ്മൾ ഫീച്ചേഴ്സിലും അതേപോലെ തന്നെ വി ഓൾസോ മെൻഷൻ ദീസ് ഒബ്ജക്റ്റീവ്സ് ഇൻ ദ meaning part and the definition part also. First one, to verify that all the transactions are supported by the documentary evidence. എല്ലാ ട്രാൻസാക്ഷൻസിനും കമ്പനിയിൽ നടത്തിയിരിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടോ? രണ്ട്, to confirm that there is no fraud in or error has been committed while recording. നമ്മൾ ഇത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഓരോ എൻട്രീസും രേഖപ്പെടുത്തിയപ്പോൾ യാതൊരുവിധ തരത്തിലുള്ള ഫ്രോഡോ എറേഴ്സോ വന്നിട്ടില്ല എന്നുള്ളത് കണ്ടുപിടിക്കാം. ഇനി മറ്റൊരു കാര്യം, to ensure that only the business transactions are recorded in the books of account. So ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രമാണോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തിയത്, അതോ മറ്റ് ആരുടെയെങ്കിലും പേഴ്സണൽ എക്സ്പെൻസും ബിസിനസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് കണ്ടുപിടിക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ, every transactions recorded has been adequately authenticated by the responsible person. ഇതെല്ലാം കൃത്യമായിട്ട് ഒതന്റിക്കേഷൻ നടന്നു തന്നെയാണോ സാധനങ്ങൾ മേടിച്ചിട്ടുള്ളത്? കമ്പനിയിൽ ഒരു പേയ്മെന്റ് നടത്തണമെങ്കിൽ അതിനൊരു ഒരു ഒതന്റിക്കേഷൻ വേണം. അതിന്റെ റെസ്പോൺസിബിൾ ഓഫീസർ ഒതന്റിസിറ്റി ചെയ്തെങ്കിൽ മാത്രമേ, ഒതന്റിക്കേഷൻ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ സാധനം മേടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ അപ്പോൾ അങ്ങനെയുള്ള ഒതന്റിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് റെസ്പോൺസിബിൾ പേഴ്സൺ നിന്ന് അനുമതി മേടിച്ചാണോ ചെയ്തത് എന്നുള്ളത് പരിശോധിക്കാം. ആൻഡ് ടു എൻഷുർ ദാറ്റ് ദ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ റെക്കോർഡഡ് ഓൺ ആൻഡ് അണ്ടർ ദ പ്രോപ്പർ ഡേറ്റ്. നമ്മൾ കറക്റ്റ് ഇന്ന് മേടിച്ച സാധനം എന്ന് തന്നെ റെക്കോർഡ് ചെയ്യണം, ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്യണം. അതാണ് ഇവിടെ പരിശോധിക്കുന്നത്, പ്രോപ്പർ ഡേറ്റിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ. To find out whether the proper distinction has been made between the capital and revenue items. നമുക്കറിയാം capital and revenue items both are distinct items. So അപ്പോൾ ഇത് ഈ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പ്രോപ്പർ ഡിസ്റ്റിങ്ഷൻ നടത്തിയിട്ടുണ്ടോ, ക്യാപിറ്റൽ ഐറ്റംസും റവന്യൂ ഐറ്റംസും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെയാണോ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്നത് ഉറപ്പാക്കുക. ആൻഡ് ടു വെരിഫൈ വെദർ ദ ആക്യുറസി ഓൺ ഹാസ് ഒബ്സർവ്ഡ് ഓൺ ടോട്ടലിംഗ്, ക്യാരി ഫോർവേഡിംഗ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് എമൗണ്ട് ഇൻ ദ അക്കൗണ്ട്. ഒന്ന്, അക്കൗണ്ട് ടോട്ടൽ ചെയ്തത് കറക്റ്റ് ആണോ, കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തത് കറക്റ്റ് ആണോ, എമൗണ്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ളതും എവിടെ പരിശോധിക്കുന്നു അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുന്നു? എവിടെ? ഈ വൗച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ വെരിഫൈ ചെയ്യുന്നു. ഓക്കെ, സോ ദീസ് ആർ ദ വേരിയസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ്. ആൻഡ് നെക്സ്റ്റ് വൺ, വൗച്ചേഴ്സ്. വാട്ട് യു മീൻ ബൈ ദിസ് വൗച്ചേഴ്സ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് വൗച്ചിങ് ആണ്, ഇറ്റ് ഈസ് എ പ്രോസസ്. ആൻഡ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ they are considered as the integral part of vouching. ഈ വൗച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ നടക്കണമെങ്കിൽ ഏതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ? വൗച്ചേഴ്സ് എന്ന് പറയുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ വൗച്ചേഴ്സ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഈ വൗച്ചിങ് നടത്താനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഒരു ട്രാൻസാക്ഷന് വേണ്ടി അല്ലെങ്കിൽ ട്രാൻസാക്ഷന്റെ സപ്പോർട്ടീവ് ഡോക്യുമെന്റ് ആയിട്ട് കാണിക്കുന്നതായിട്ടുള്ള എവിഡൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? വൗച്ചർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഡോക്യുമെന്ററി എവിഡൻസ് ദാറ്റ് ഇൻ ഷോൺ ആസ് ദൻ സപ്പോർട്ട് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്നതായിട്ടുള്ള ട്രാൻസാക്ഷന്റെ സപ്പോർട്ടീവായിട്ട് കാണിക്കുന്നതായിട്ടുള്ള ഡോക്യുമെന്ററി എവിഡൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വൗച്ചേഴ്സ് എന്ന് വിളിക്കുക. അതിന് പല ഉദാഹരണങ്ങളുണ്ട്. ഇറ്റ് മേ ബി എ റെസിപ്റ്റ് ആയിരിക്കാം, ഒരു കൗണ്ടർ ഫോയിൽ ആയിരിക്കാം, റെസൊല്യൂഷൻസ് ആയിരിക്കാം, ക്യാഷ് ആയിരിക്കാം, മെമ്മോ ആയിരിക്കാം, ക്യാഷ് മെമ്മോ ആയിരിക്കാം, പെയിൻ സ്ലിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പർച്ചേസ് ഇൻവോയ്സ് ആയിരിക്കാം. ഇതിൽ ഏത് വേണമെങ്കിലും എന്തായിട്ട് വരാം? വൗച്ചേഴ്സ് ആയിട്ട് വരാം. സപ്പോസ് നമ്മൾ ഒരാൾക്ക് സാലറി കൊടുത്തു, അവിടെ നമ്മൾ കാണിക്കുന്ന നമ്മുടെ ഡോക്യുമെന്റ് എവിഡൻസ് എന്ന് പറയുന്നത് പെയിൻ സ്ലിപ്പ് ആയിരിക്കും. ദെൻ നമ്മൾ ഒരു സ്ഥലം മേടിക്കാനായിട്ട് തീരുമാനിച്ചു, അല്ലെങ്കിൽ സ്ഥലം മേടിച്ചു, അതിന്റെ തീരുമാനം എടുത്ത ബോർഡ് ഓഫ് സ്റ്റഡീസിൽ, BOD, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലായിരിക്കാം. സോ അതിനൊരു റെസൊല്യൂഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ അപ്പൊ അങ്ങനെ ഓരോ ട്രാൻസാക്ഷൻസിന്റെയും
ഡോക്യുമെന്ററി എവിഡൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വൗച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. Then what are the points to be noted while examining the vouchers? ഒരു ഓഡിറ്റർ കൃത്യമായിട്ട് വൗച്ചിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വൗച്ചറിൽ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ട പോയിന്റ്സ് ആണെന്നുള്ളത് പറയുന്നത്. ഒന്ന്, ഈ വൗച്ചർ ഇറ്റ് ഷുഡ് ബി ഇൻ ദ നെയിം ഓഫ് എ ക്ലയന്റ്. ഒരു ക്ലയന്റിന്റെ പേരിലായിരിക്കണം. ഓക്കെ. രണ്ട്, ഇറ്റ് ഷുഡ് ബിയർ ദ സിഗ്നേച്ചർ ഓഫ് ദ പേ. അത് മേടിക്കുന്ന ആളുടെ സിഗ്നേച്ചർ ഉറപ്പായിട്ടും അതിൽ ഉണ്ടായിരിക്കണം. ആ ഡേറ്റ് കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കണം, പ്രോപ്പർ ഡേറ്റ് ആയിരിക്കണം ഇടേണ്ടത്. എമൗണ്ട് വേർഡ്സിലും ഉണ്ടായിരിക്കണം, ഫിഗേഴ്സിലും ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് ബുക്സ് ഓഫ് എൻട്രിയിൽ എഴുതിയതെന്ന് ഉറപ്പാക്കണം. അടുത്തായിട്ട് ഇതൊരു ബിസിനസ് പേർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് എന്നുള്ളത് ഓഡിറ്റർ ഉറപ്പാക്കണം. ഓക്കെ. ദെൻ വൗച്ചർ എപ്പോഴും എങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്? പ്രിന്റഡ് ഫോമിൽ തന്നെ ഇരിക്കാനായിട്ട് പറയുക. ഓക്കെ. ദെൻ വൗച്ചർ ഷുഡ് ബി പ്രോപ്പർലി ക്ലാസിഫൈഡ് ഇൻറ്റു രണ്ടായിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ദ റവന്യൂ ആൻഡ് ദ ക്യാപിറ്റൽ. ദെൻ ഇത് ഡ്യൂലി സ്റ്റാമ്പ്ഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് 500 രൂപയിൽ കൂടുതലാണെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും എന്തുണ്ടായിരിക്കണം? ഒരു റവന്യൂ സ്റ്റാമ്പ് ഉണ്ടായിരിക്കണം. നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് 500 ആണ്. ആക്ച്വലി 5000 എബോവ് വരുവാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? സ്റ്റാമ്പ് ചെയ്താൽ മതി. ഓക്കെ. And the particulars of the voucher with regard to date, amount, account, head, etc. should tally with the entries made in the books of accounts. So വൗച്ചറിനകത്ത് ഡേറ്റും എമൗണ്ടും അക്കൗണ്ട് ഹെഡും എല്ലാം തന്നെ എവിടെ? അതേപോലെ തന്നെ ആയിരിക്കണം ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും രേഖപ്പെടുത്തിയിരിക്കുക. വൗച്ചറിനകത്ത് 500 രൂപയും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ 5000 രൂപ അല്ലെങ്കിൽ ആയിട്ട് കാണാനായിട്ട് പാടില്ല. വൗച്ചറിനകത്ത് 500 രൂപയും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ 50 രൂപയായിട്ടും രേഖപ്പെടുത്താൻ പറ്റില്ല, 5000 രൂപയായിട്ടും രേഖപ്പെടുത്താൻ പറ്റില്ല. എങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിരിക്കണം? കറക്റ്റ് എമൗണ്ട് തന്നെ ആയിരിക്കണം രേഖപ്പെടുത്തിയിരിക്കേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി ഓതറൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ദെൻ വൗച്ചറിനകത്ത് എന്തെങ്കിലും ഓൾട്രേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി സൈൻഡ് ബൈ എ റെസ്പോൺസിബിൾ ഓഫീസർ. ദെൻ ഇനി സപ്പോസ് ഒരു ഒറിജിനൽ വൗച്ചർ കളഞ്ഞു പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വൗച്ചേഴ്സ് കെയർഫുള്ളി എക്സാമിൻ ചെയ്യണം. എന്തിനു വേണ്ടി? ടു അവോയ്ഡ് ദ ഫ്രോഡ്സ്. Then in suppose if the vouchers and the name of the partners, directors of the company, special attention should be given to avoid the fraud and misappropriation of cash. നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പേരിലാണ് നമ്മളൊരു എക്സ്പെൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വൗച്ചറും ഏത് രീതിയിൽ തന്നെ വരണം? ആ കമ്പനിയുടെ പേരിൽ തന്നെ വരണം. സപ്പോസ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കമ്പനിയുടെ ഡയറക്ടറുടെ പേരിലോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ പാർട്ട്ണറുടെ പേരിലോ ആണ് വൗച്ചർ വരുന്നതെങ്കിൽ നമ്മൾ വളരെ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് തന്നെ അത് പരിശോധിക്കണം. Then all the vouchers should be cancelled after examination by means of rubber stamp or crossing. നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞതിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? സീല് പതിപ്പിച്ചിരിക്കണം. ഓക്കെ. സോ ദീസ് ആർ ദ പോയിന്റ്സ് ടു ബി നോട്ടഡ് ഇൻ ദ വൗച്ചേഴ്സ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് വൗച്ചിങ്? എന്തിനു വേണ്ടിയിട്ടാണ് വൗച്ചിങ് നടത്തുക? ആക്ച്വലി ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈമറി സ്റ്റെപ്പ് ഇൻ ഓഡിറ്റിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വൗച്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അല്ലേ? ഈ ഓഡിറ്റിങ്ങിന്റെ എഫിഷ്യൻസിയും അതേപോലെ തന്നെ ഈ ഓഡിറ്റിങ്ങിന്റെ ആക്യുറസി നിലനിൽക്കുന്നത് പ്രധാനമായിട്ടും ഏത് പ്രോസസ്സിൽ കൂടെ തന്നെയാണ്? വൗച്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയാണ്. ഈ വൗച്ചിങ് പ്രധാനമായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ that it enables the auditor to carry on further verification very easily. Okay. So നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. So if it is done properly, the auditor can carry on the further verification. Okay. And second point is that the verification of accuracy and completeness of books of account. Through the vouching process, we can ensure that or we can verify that all the transactions with the help of supporting documentary evidence. Okay, all the transactions are entered in the books of account as same in the voucher. ഇത് ഉറപ്പാക്കാം ഏതിലൂടെ? ഈ വൗച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ. ഓക്കെ. ആൻഡ് മൂന്നാമതായിട്ട് പറയുന്നത് മെയിൻലി ദ വൗച്ചിങ് ഈസ് മെയിൻലി കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ദ എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. നമുക്കറിയാം അക്കൗണ്ടിങ് സ്റ്റാഫിന്റെ കയ്യിൽ നിന്നൊക്കെ പലപ്പോഴും ഇറേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഫണ്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഫ്രോഡ്സ് നടക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് ഏത് പ്രോസസ്സ് നമ്മളെ സഹായിക്കും? ഈ വൗച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സഹായിക്കും. സോ ഈ വൗച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഇന്റലിജന്റ്ലി കണ്ടക്ട് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ
the auditor can detect all kinds of frauds and prevent the commission of errors and frauds. Okay. And next one is then the basis of verification of assets and liabilities. Actually, vouching is the basis of the verification of assets and liabilities. In the verification work, the auditor proves the correctness of the assets and liabilities appearing in the balance sheet. സോ ഈ വൗച്ചിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വേരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, നമ്മുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കറക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിനുള്ള പ്രധാന പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ വൗച്ചിങ് ആണ്. ഓക്കെ. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ദാറ്റ് സർട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് എ ബിസിനസ്. സോ നമുക്ക് പ്രധാനമായിട്ട് ഒരു ഓഡിറ്ററെ കൊണ്ട് എന്തിനാണ് ഓഡിറ്റ് ചെയ്യുന്നത്? ആക്ച്വലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർ ഈസ് ടു സർട്ടിഫൈ വെദർ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ വെദർ ദ P&L and balance sheet exhibit a true and fair view of the state of affairs of the business. ബിസിനസിന്റെ ശരിയായിട്ടുള്ള പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്, ശരിയായിട്ടുള്ള പൊസിഷനാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തിന് വി ആർ കണ്ടക്ടിങ് ദ ഓഡിറ്റിംഗ്. സോ അങ്ങനെ ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഈ വൗച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കൃത്യമായിട്ട് തന്നെ നടന്നുവെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ? വി ക്യാൻ സർട്ടിഫൈ ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ ബിസിനസ്. സോ പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ട്, ദാറ്റ് ഈസ് ദ ആർബിറ്റേജ് വേഴ്സസ് ബ്രോവർ ആൻഡ് നോട്ട് കേസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ 1930. ആ കേസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദാറ്റ് വൗച്ചിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് part of auditor's duty. If the auditor shows any negligence in exercising vouching the books of account, his clients can claim damages. സോ ഈ ആർബിറ്റേജ് വേഴ്സസ് ബ്രെയറർ ആൻഡ് നോട്ട് കേസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വൗച്ചിങ് എന്ന് പറയുന്നത് ഒരു ഓഡിറ്ററുടെ പ്രധാനപ്പെട്ട ജോലിയാണെന്നും ഈ വൗച്ചിങ്ങിനകത്ത് എന്തെങ്കിലും നെഗ്ലിജൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്ററുടെ ക്ലയന്റിന് എന്ത് ചെയ്യാം? ഓഡിറ്റർക്കെതിരെ ഡാമേജ് ഫയൽ ചെയ്യാം എന്നുള്ളത് ഈ കേസിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം വൗച്ചിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഓഡിറ്റിംഗ്. ആൻഡ് നെക്സ്റ്റ് വൺ, ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ വൗച്ചിങ് ആൻഡ് വേഴ്സസ് റൊട്ടീൻ ഓഡിറ്റിംഗ്. പ്രധാനമായിട്ടും 6 ഡിഫറൻസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. റൊട്ടീൻ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ദ ചെക്കിംഗ് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ഒറിജിനൽ എൻട്രി ആൻഡ് ദ ലെഡ്ജസ്. പ്രധാനമായിട്ട് റൊട്ടീൻ ചെക്കിംഗിൽ അതാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വി വാണ്ട് ടു എൻഷുർ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ബുക്സ്. സോ അതിനകത്ത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ടോട്ടൽസ് ചെക്ക് ചെയ്യുന്നു, ക്യാരി ഫോർവേഡ് ചെക്ക് ചെയ്യുന്നു, ദെൻ ലെഡ്ജറിനകത്തോട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ നോക്കുന്നു, ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ്, ട്രാൻസ്ഫർ ഓഫ് ബാലൻസ് ടു ദ ട്രയൽ ബാലൻസ്, ഇങ്ങനെയൊക്കെയുള്ള അരിത്തമാറ്റിക്കൽ ആക്യുറസി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചെക്കിംഗ് ആണ് പ്രധാനമായിട്ടും എവിടെ നടക്കുക? റൊട്ടീൻ ചെക്കിങ്ങിൽ നടക്കുക. ഇനി ഈ റൊട്ടീൻ ചെക്കിങ്ങും വൗച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ദ ഫസ്റ്റ് വൺ, ദ ബേസിസ് ഓഫ് ഡിഫറൻസ് ഇസ് ദാറ്റ് ദ നേച്ചർ ഓഫ് വർക്ക്. പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു വൗച്ചിങ് എന്ന് പറയുന്നതായിട്ടുള്ള പ്രോസസ്സിൽ എന്താ ചെയ്യുന്നത്? വി ആർ ചെക്കിംഗ് ദ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡോക്യുമെന്ററി എവിഡൻസ്. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ടും ഡോക്യുമെന്ററി എവിഡൻസിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ടുകളും തമ്മിൽ സെയിം ആണോ എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിനകത്ത് നോക്കുന്നത്, വൗച്ചിങ്ങിനകത്ത് നോക്കുന്നത്. എന്നാൽ റൊട്ടീൻ ചെക്കിങ്ങിൽ നമ്മൾ എന്താ നോക്കുന്നത്? പ്രധാനമായിട്ടും ensure that the casting, posting, balancing and forward are correct. ഇനി ഇത് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് that in the vouching process that it is to ascertain the genuineness of entries in the books of account. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ചെയ്തിരിക്കുന്നതായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ജെനുവിൻ ആണ്, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നടന്ന കാര്യങ്ങളെ ആണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ചെയ്ത് എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ് വൗച്ചിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ റൊട്ടീൻ ചെക്കിങ്ങിന്റെ എന്താണ്? ഇറ്റ് ഈസ് ടു എൻഷുർ ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. മൂന്നാമതായിട്ട് വി നീഡ് എ സ്പെഷ്യൽ സ്കിൽ ഈസ് റിക്വയർഡ് ഫോർ ദ വൗച്ചിങ്. കൃത്യമായിട്ട് ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ വൗച്ചിങ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുള്ള തെറ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് വളരെ പാടായിരിക്കും. എന്നാൽ റൊട്ടീൻ ചെക്കിങ്ങിന് പ്രത്യേകിച്ച് നമുക്കൊരു സ്പെഷ്യൽ സ്കില്ലൊന്നുമില്ല, നമുക്ക് അരിത്തമാറ്റിക്കൽ ആക്യുറസി ആണ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സ്കില്ലൊന്നും എവിടെ ആവശ്യമില്ല, റൊട്ടീൻ ചെക്കിങ്ങിൽ ആവശ്യമില്ല. നാലാമതായിട്ട് ഇറ്റ് ഈസ് ആൻ ഇന്റലിജന്റ് ചെക്കിംഗ് ഓഫ് വേരിയസ് ട്രാൻസാക്ഷൻ. നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ഇവിടെ നമ്മൾ കീൻ ഒബ്സർവേഷൻ നമുക്ക് ആവശ്യമാണ്.
എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തുള്ള തെറ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റൂ. എന്നാൽ ഇവിടെ റൊട്ടീൻ ചെക്കിംഗ് ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ്. ബിക്കോസ് നമുക്ക് അരിത്മെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സാധിക്കും. ആൻഡ് വൗച്ചിങ്ങിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ബ്രോഡർ ടേം ആൻഡ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ റൊട്ടീൻ ചെക്കിംഗ്. എന്നാൽ റൊട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ വൗച്ചിങ് ആണ്. ഓക്കെ. ആൻഡ് മെയിൻലി well-designed errors and frauds can be detected by means of vouching. And in the case of the routine check, only the simple frauds and errors can be detected through the routine check. So the major fraud can be detected mainly through the vouching, and in the routine checking, only the simple frauds of errors can be detected by the routine checking. So these are the differences between the vouching and the routine checking. Okay. Thank you.